ഉള്ളിലേക്കുള്ള തിരിയലും തിരയലും. ഇദ്ദേഹം നമ്മളിത് റെക്കോർഡ് ചെയ്തു. അദ്ദേഹം ആദ്യം അവിടെ ക്യാമറ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. പിന്നെ മറ്റേ മൈക്ക് വെച്ചു. അദ്ദേഹത്തിന് വേണമെങ്കിൽ വെറുതെ അങ്ങ് ഷൂട്ട് ചെയ്യാം. വെറുതെ അങ്ങ് അന്ന് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നതിനാണ് ലൗകികം എന്ന് പറയുക. പക്ഷെ നേരെ മറിച്ച് ഞാൻ പറയുന്ന ഒരു വാക്കും നഷ്ടപ്പെട്ടു പോകരുത്, അതിൽ നോയ്സ് വരരുത്, പരമാവധി പെർഫെക്റ്റായിട്ട് ആ ശബ്ദത്തെ ക്യാപ്ചർ ചെയ്യണം. നിങ്ങളുടെ ശബ്ദത്തെയും കിട്ടണം. അതിന് വേറെ മൈക്ക് വെച്ച് പരമാവധി സൂക്ഷ്മതയോടെ ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. ഇത് ആത്മീയം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരാളോട് സംസാരിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ പണ്ട് ഗുരുവിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഗുരു എൻ്റെ തലക്കടിച്ചിട്ട് താൻ എന്തിനാണ് ഇരുന്ന് ഉറങ്ങുന്നതെന്ന് ചോദിക്കുകയും, പിറ്റേന്ന് നടക്കാൻ പോകുമ്പോൾ ഗുരു ഒരു പുല്ലിലേക്ക് നോക്കിയിട്ട് ആ പൂവ് നീ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനവിടെ പൂവൊന്നും കണ്ടില്ല. അപ്പോൾ ഗുരു അവിടേക്ക് ഒന്ന് പോയി നോക്കാൻ പറയുകയും, അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വയലറ്റ് നിറത്തിലുള്ള പൂവ് കാണുകയും, അതൊക്കെ കണ്ട സമയത്ത് ഗുരു എണീറ്റ് നിന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കണ്ണ് തുറന്നിരുന്നിട്ടും കൺമുമ്പിലുള്ളത് കാണാത്ത നീയാണോ കണ്ണടച്ചിരുന്ന് കാണാനാവാത്തത് തേടുന്നത്? അപ്പോൾ ആത്മാന്വേഷണം എന്ന് പറയുന്നത് നമുക്ക് പരിണാമപരമായിട്ട് 5 ഇന്ദ്രിയങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരു മനസ്സുണ്ട്, ഒരു ബുദ്ധിയുണ്ട്. ഇതൊക്കെ ഒരേ ഇന്ദ്രിയത്തിൻ്റെ വ്യത്യസ്തമായ എക്സ്പ്രഷൻസാണ്. അതിനെ വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിയാൻ അനുവദിക്കാതെ അത് പരമാവധി വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ്. അങ്ങനെ വൃത്തിയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു അന്തരീക്ഷത്തെ നമ്മൾ വളരെ ആഴത്തിൽ അനുഭവിക്കുക. അപ്പോൾ ഉള്ള ലോകത്തെ, ഉള്ളത് എന്ന് പറഞ്ഞാൽ ഭൗതികം എന്നാണ് അർത്ഥം. ആ ഉള്ളതിനെ അതിൻ്റെ ആഴത്തിലും പരപ്പിലും അനുഭവിക്കാൻ നടത്തുന്ന യാത്രയ്ക്ക് പറയുന്ന പേരാണ് ആത്മാന്വേഷണം. ഇതിൻ്റെ പിന്നിലുള്ള എന്തോ തേടിപ്പോകലല്ല, ഉള്ളതിനെ അതിൻ്റെ ആഴത്തിൽ അനുഭവിക്കുക എന്നുള്ളതിന് പറയുന്ന പേരാണ് ആത്മീയത. അതിന് നമ്മളെ വിട്ടുകൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ആത്മാന്വേഷണം.